Wishing you both a very happy married life. Thank you. നിങ്ങൾക്ക് പരസ്പരം അറിയില്ലല്ലോ, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അയാൻ, എൻ്റെ ഹസ്ബൻഡ്. ഇത് ആരുഷ്, സേയുടെ BA ആണ്. പിന്നെ അത് ലക്ഷ്മി, എൻ്റെ BA ആണ്. അത് ഇവരാണല്ലേ? നിങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്കറിയാം. എന്താണെങ്കിലും കണ്ടതൊരു സന്തോഷം. ആരോ, ലക്ഷ്മി, നിങ്ങൾ പോരുതേ. കുറച്ച് കഴിഞ്ഞ് എനിക്ക് നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിക്കാനുണ്ട്. ഓക്കെ മാം. Wishing you a lifetime of love and happiness together. Thank you so much, Da. എന്നാ പിന്നെ ഞാൻ ഇനി നിൽക്കുന്നില്ല, ഇറങ്ങാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കാണാം. ഡാ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോരെ? ഇപ്പൊ തന്നെ നിനക്ക് ഇറങ്ങണോ? ഇനി നിൽക്കുന്നില്ല. നിന്നാൽ അത് പലർക്കും അൺകംഫർട്ടബിൾ ആയിരിക്കും. അത് വേണ്ട. വേണ്ടടോ, അവനെ നിർബന്ധിക്കണ്ട. നിനക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ. ഹെൽത്തൊക്കെ നോക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, വേഗം തിരിച്ചു വരാൻ നോക്കണം. ഉത്തരവ് പോലെ. എന്നാ ശരി. നിന്റെ മുഖത്ത് ഞാനിപ്പോൾ കാണുന്ന ഈ തെളിച്ചവും സന്തോഷവും അതെന്നും എങ്ങനെ തന്നെ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് പോകുന്നത്. നിന്റെ വേദനകൾക്കും സങ്കടങ്ങൾക്കും കാരണം ഞാനാണെങ്കിൽ ഞാനിനി നിന്റെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എൻ്റെ ഉള്ളിൽ നീ എന്നും കാണും. എൻ്റെ മരണം വരെ എന്നിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രണയമായി, എൻ്റെ ജീവൻ്റെ പാതിയായി. ഐ ലവ് യു സോ മച്ച്. എനിക്ക് നീ എൻ്റെ എല്ലാമാണ്. എന്നിട്ടും ഇന്ന് നിന്നെ വിട്ടുകൊടുക്കേണ്ടി വരിക എനിക്ക്. ഞാൻ പോവാ നിന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട്. ഇനി ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ ഒരു കരിനിഴലായി പോലും ഞാൻ വരില്ല. എന്താ മാം, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എനിക്കല്ല, അയാനാണ് സംസാരിക്കാനുള്ളത്. പക്ഷെ അതിനു മുന്നേ 2 പേരും കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞ് പറയാം. എനിക്കറിയാം തനിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. തന്നെ മനസ്സിലെ കുറച്ച് തെറ്റിദ്ധാരണകളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഇന്നത്തോടെ ക്ലിയർ ആക്കി തരാം. ഉള്ളത് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നതാ. നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. എനിക്കിനി കൂടുതലായിട്ട് ഒന്നും അറിയും വേണ്ട, കേൾക്കും വേണ്ട. ലക്ഷ്മി, നമുക്ക് പോകാം. അങ്ങനെ നീ ലക്ഷ്മിയും ഇപ്പൊ എവിടേക്കും പോകുന്നില്ല. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കുക. ആരും അവർക്ക് പറയാനുള്ളത് നീ സമാധാനത്തോടെ കേൾക്ക്. പിന്നെ നിന്നെ ആരും നിന്നെ നിർബന്ധിക്കില്ല. അത് കഴിഞ്ഞ് നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. റിച്ചു, അപ്പൊ നിനക്കെല്ലാം നേരത്തെ തന്നെ അറിയായിരുന്നോ? ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളും ഇവര് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന് എല്ലാം നിനക്ക് അറിയോ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. 2 ദിവസം മുന്നാണ് ഞാനെല്ലാം അറിയുന്നത്. നിങ്ങൾ അവരെ സമാധാനത്തോടെ കേൾക്ക്. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഞങ്ങളെ ശരിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ അയാൻ ഹക്ക്, ഇത് റയാൻ ഹക്ക്. ഞങ്ങൾ രണ്ടാളും ബ്രദേഴ്സാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും സേയുടെ മൂത്ത സഹോദരന്മാരാണ്. പിന്നെ ഇത് സോയ മലിക്. അവളെ നീ വിചാരിക്കുന്നത് പോലെ സേയുടെ വൈഫല്ല, റയാൻ്റെ വൈഫാണ്. അറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അല്ല ആരുഷ്,
എല്ലാത്തിനുള്ള ഉത്തരം ഞാൻ തരാം. അന്ന് സെയിൻ്റെയും സോയയുടെയും കല്യാണം നടക്കേണ്ടിയിരുന്ന ദിവസം നീ അവിടെ വന്നിരുന്നു. അത് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. അന്ന് അവിടെ കണ്ടതും കേട്ടതും എല്ലാം സത്യമാണെന്ന് വിചാരിച്ചാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത്, അറിയാം. അതുകൂടാണ്ട് വേറെ കുറച്ച് തെറ്റിദ്ധാരണകളും നിനക്കുണ്ട്. എല്ലാം എന്നത്തോടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സെയ്ക്ക് നിന്നെ സ്നേഹിക്കാനായിട്ട് ഡയറി കിട്ടിയ ടൈം, അപ്പോൾ തൊട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാരണം ആ ടൈമിൽ അവനെ കാണാനായിട്ട് ഞാൻ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എല്ലാം എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതിൽ എന്ത് ചെയ്യണമെന്ന്. ഒരു ഡയറിൻ്റെ പേരും പറഞ്ഞ് ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കാനൊന്നും എന്നെ കിട്ടില്ല. പക്ഷേ അവരവനെ കാണിച്ചു തന്നപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ എന്തോ ഇതുവരെ ഇല്ലാത്തൊരു ഫീല്. എനിക്കതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അപ്പോൾ തൊട്ട് രണ്ട് മൈൻഡിലാണ് നിൽക്കുന്നത്. വേണം വേണ്ട, കറക്റ്റ് ഒരു ആൻസർ എനിക്ക് കിട്ടുന്നില്ല. ഡാ, ഞാൻ പറയുകയാണെങ്കിൽ നീ ഇത് ചെയ്. ഐ മീൻ, നിനക്ക് ഇതുവരെ ഒരാളോടും ഒന്നും തോന്നിയിട്ടില്ല. അത് നീ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. ഈവൻ സോയയുടെ അടുത്ത് പോലും. അങ്ങനെയാണ് നിനക്ക് അവനെ കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയെങ്കിൽ മേ ബി നമുക്കറിയില്ലല്ലോടാ ദൈവം എന്താണ് നമുക്ക് തീരുമാനിച്ച് വെച്ചേക്കുന്നതെന്ന്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പറ്റില്ല എന്നാണെങ്കിൽ നീ അവൻ്റെ അടുത്ത് ഉള്ള പോലെ പറഞ്ഞു, എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തേക്ക്. ഒരിക്കലും വേദനിപ്പിക്കാൻ നിൽക്കരുത്. അന്ന് ഞാനും കൂടി അവനോട് പറഞ്ഞതുകൊണ്ടാ അവൻ അതിന് നിന്നത്, അല്ലാതെ ഒരിക്കലും നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല. അതുമാത്രമല്ല, ഒരു ഫീലിങ്സ് ഇല്ലാണ്ടല്ല നിന്നോട് ഇഷ്ടമാണ് അവൻ പറഞ്ഞത്. അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ അത്രത്തോളം ആഴത്തിൽ നീ കയറിയിട്ടുണ്ടെന്നും അവൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവന് പോലും മനസ്സിലായത് നീ അന്ന് മൊത്തത്തിൽ അവനെ റിജക്റ്റ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്ന ടൈമിലാണ്. ഇഷ്ടമായിരുന്നടാ അവന് നിന്നെ. അല്ല, എപ്പോഴും നീ അവൻ്റെ ജീവൻ തന്നെയാ. അവൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്, അതിലൊരു കള്ളത്തരവും ഇല്ല. പിന്നെ ആകെ അവൻ മറച്ചു വെച്ചത് അവൻ എൻഗേജ്ഡ് ആണെന്നുള്ള കാര്യം, ഈ ഡയറിൻ്റെ കാര്യം. അത് തെറ്റാ, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അവനെ സപ്പോർട്ടും ചെയ്യില്ല. പക്ഷെ അതിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഒന്നും അറിയാണ്ട് പറയുന്നതല്ല. ജനിച്ച കാലം തൊട്ട് അവൻ എനിക്കറിയാം. അവൻ്റെ മനസ്സ് എന്താന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. അവൻ എല്ലാം എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നിന്റെ ഡയറൊക്കെ പൊട്ടി പാളീസായി പോയോ അതോ സെറ്റായോ? ഇക്ക, അവനിപ്പോൾ എനിക്ക് വേറൊരു ഡയറല്ല, എൻ്റെ ജീവനാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അവന്, ഒരുപാട് ഇഷ്ടമാണ്. ഈ ജീവിതകാലം മൊത്തം എനിക്ക് വേണം അവൻ എൻ്റെ കൂടെ. അവനെ മാത്രം മതി എനിക്ക്. സേ, നീ ഇത് കാര്യം തന്നെ പറയുന്നതാണോ? നിനക്ക് നീ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ? നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? ഞാൻ ഉള്ളിലൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നു, ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കുന്നു ഇക്കൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ കാര്യമായി പറഞ്ഞതാ. എനിക്ക് വേണം അവനെ എൻ്റെ ലൈഫിലേക്ക് എന്നേക്കുമായിട്ട്, എൻ്റേത് മാത്രമായിട്ട് എനിക്കവനെ വേണം. അപ്പോൾ സോയോ? അതുമാത്രമല്ല ഉപ്പ, നീ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ? സോയ, എനിക്ക് അവളോടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവളെൻ്റെ ലൈഫിലേക്ക് കയറ്റി ഞാൻ എന്തിനാ അവളുടെ ലൈഫില്ലാണ്ടാക്കുന്നത്? അതിനെന്നെ കിട്ടില്ല. പിന്നെ ഉപ്പ പറഞ്ഞു നോക്കൂ, കേട്ടില്ലെങ്കിൽ എനിക്കൊന്നുമില്ല ചെയ്യാനായിട്ട്. എനിക്കിനി ഒരാളെ സ്നേഹിക്കാനോ എൻ്റെ ലൈഫിലേക്ക് കയറ്റാനോ ആവില്ല. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നിൻ്റെ തീരുമാനം അത്രയ്ക്ക് ഉറച്ചതാണെങ്കിൽ ഇനിയും വൈകിപ്പിക്കാതെ എല്ലാവരോടും തുറന്നു പറയണം. ഈ സ്റ്റഡി ലീവിന് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. എല്ലാം തുറന്നു പറയാൻ തന്നെയാണ് എൻ്റെ വരവ്. ചിലപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. അവനതെല്ലാം ഒന്ന് പറഞ്ഞെങ്കിൽ പോലും അവനും എനിക്കറിയായിരുന്നു വരാൻ പോകുന്നത് ഒരു കൊടുങ്കാറ്റാണെന്ന്. കാരണം സ്വന്തം അഭിമാനത്തേലും ഇഷ്ടത്തേലും വലുതായി ഞങ്ങളുടെ ഒപ്പയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം സ്വന്തം മക്കളെല്ലാം അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. അവനന്ന് വീട്ടിൽ വന്ന് എല്ലാം പറഞ്ഞതിന് ശേഷം ഉപ്പയുടെ പ്രതികരണം, ഞങ്ങളെല്ലാവരും അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഉപ്പ, ഞാൻ പറയുന്നത് ഒരക്ഷരം ശബ്ദിച്ചു പോരുത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഇതെന്റെ മുന്നിൽ വന്ന് പറഞ്ഞത്? കൊന്നു കുഴിച്ചു മൂടും, അനക്കെന്നാ അറിയാലോ. ഉപ്പ, അവർ പറയാനുള്ളതൊന്ന് കേക്ക്, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അയാനെ മിണ്ടി പോരുത്. ഇവന് വക്കാലത്തുമായിട്ട് ഒരൊറ്റൊരെണ്ണം എന്റെ മുന്നിൽ വന്നു പോരുത്. ഒരു പെണ്ണിനാണെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കില്ല. അപ്പോ ഒരാണിന് നിനക്ക് എങ്ങനെ തോന്നി ഞാനത്
അംഗീകരിച്ചു തരുന്ന നടക്കില്ല. ഒരു കാലത്തും നിനക്കുള്ള ജീവിത പങ്കാളിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതേ നടക്കൂ. അത് മാത്രം. പറ്റില്ല. എന്നും താളത്തിന് തുള്ളാൻ കിട്ടില്ല. ഞങ്ങൾക്കും ഞങ്ങളുടേതായ ജീവിതങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. നടക്കില്ല. എനിക്കിനൊരാളെ സ്നേഹിക്കാനോ എൻ്റെ ജീവിതത്തിലേക്ക് കയറ്റാനോ പറ്റില്ല. എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്റെയും ഈ കുടുംബത്തിന്റെ അഭിമാനം കാക്കാൻ നിന്നെ കൊന്നു കുഴിച്ചു മൂടാൻ പോലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അറിയാം എനിക്ക് നിങ്ങൾ എന്ന വ്യക്തിയെ ശരിക്കും. നിങ്ങൾ അതും ചെയ്യാതിലപ്പുറം ചെയ്യും. നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല, ഈ കല്യാണം നടക്കില്ല. അപ്പോ എന്റെ ജീവൻ എനിക്ക് വിലയില്ല, പക്ഷെ വിലയുള്ളതില്ലേ ഈ സ്നേഹിക്കണ ഓന്റെ ജീവൻ, എന്റെ ഈ ഇക്കമാരുടെ ജീവൻ. അവനും എന്റെ ഇക്കമാരും തൊടാൻ ശ്രമിച്ച വിവരറിയും നിങ്ങൾ. ഈ ആരെയാടെ പേടിപ്പിക്കാൻ നോക്കണേ? ഇന്നെയാ? എനക്കറിയാലോ. പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് ഈ നിക്കണേ? ഇനി ഈ വീട് വിട്ട് നീ പുറത്തിറങ്ങില്ല. എക്സാംസ് എഴുതണമെങ്കിലാവാം, പക്ഷെ ഈ സ്നേഹിക്കണ ഓനെ പോയി കാണുകയോ മിണ്ടുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ ഓൻ പിന്നെ ഈ ഭൂമിയിൽ കാണില്ല. എനിക്കെന്റെ അഭിമാനവും കൊടുത്ത വാക്കും അത് രണ്ടും കഴിഞ്ഞ് ഈ ഭൂമിയിൽ മറ്റെന്തുള്ളൂ. അതിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ രണ്ടാളും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കു പൊന്നാരനിയനെ. എനിക്കെതിരെ നിന്നാ റയാനെ അറിയാലോ എനക്ക്. ഈ സ്നേഹിച്ച അവളുടെ കാര്യം അവളുടെ അതേ ഗതി തന്നെയായിരിക്കും അന്റെ ഓനും. വേണ്ടടാ, വിട്ടേക്ക്. അയാൾ പറഞ്ഞത് ശരിയാ. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഒരു ദയയോ കരുണയോ ഇല്ലാതെ കൊന്നു കളഞ്ഞവനാ അയാള്. ഒരു രാക്ഷസനാടാ. ഉപ്പ എന്ന് പറഞ്ഞ വാക്കിന് പോലും അർഹതയില്ലാത്ത. അങ്ങനെ എനിക്ക് വിട്ടുകളയാനാവില്ലേക്ക. അത്രത്തോളം സ്നേഹിച്ചതാ. അവനില്ലാണ്ടൊരു ജീവിതം എനിക്കാവില്ല. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ. നീ തൽക്കാലത്തേക്ക് അയാൾ പറഞ്ഞത് പോലെ ചെയ്. നീ പോയി നിന്റെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തോ. പക്ഷെ ഒരിക്കൽ പോലും അവനെ കാണാനോ മിണ്ടാനോ നീ ശ്രമിക്കരുത്. അത് അവന്റെ ജീവന് തന്നെ ആപത്ത്. എല്ലാത്തിനും നമുക്കൊരു വഴി അപ്പോഴേക്കും കാണാം. ഞങ്ങളല്ലേ പറയുന്നത്. അതുകൊണ്ടാ അന്ന് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് പോലും അവൻ ഒരിക്കൽ പോലും നിന്നെ വന്ന് കാണാനോ മിണ്ടാനോ ശ്രമിക്കാഞ്ഞതും നിന്റെ കോൾസിനോ മെസ്സേജസിനോ റിപ്ലൈ തരാതിരുന്നതും. ആ സമയങ്ങളിൽ അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്തിനേറെ പട്ടിണിക്ക് പോലും ഇട്ടിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനല്ലാണ്ട് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഒരു രാക്ഷസൻ തന്നെയായിരുന്നു. സ്വന്തം മക്കളോട് ഒരിറ്റ സ്നേഹമില്ലാത്തൊരു രാക്ഷസൻ. അത്രയൊക്കെ അവനെ ചെയ്തിട്ടും അവൻ്റെ ഉള്ളിലുള്ള നിന്നെ മായ്ച്ചു കളയാൻ ആർക്കും ആയില്ല. ആ സ്ഥാനത്ത് മറ്റൊരാളെ കയറ്റാൻ അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അവൻ ഞങ്ങളെ നിക്കായി നിന്ന് അതിരാവിലെ എന്നെ കാണാൻ വന്നിരുന്നു. സോയ, നിന്റെ ലൈഫ് ഇല്ലാണ്ടാക്കി കളയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്നെ കണ്ട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചത്. നീ എല്ലാം അറിയണം. നീ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നെന്ന് എനിക്കറിയാം. ഇത് ഞാൻ മുന്നേ പറയേണ്ടതായിരുന്നു, പക്ഷെ അതിനെനിക്കായില്ല. സോറി. എന്താ നീ പറഞ്ഞു വരുന്നത്? തെളിച്ച് പറയടാ. അതിൻ്റെ ഉള്ളിൽ മറ്റൊരാളുണ്ട്. ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അതും ഒരു ആൺകുട്ടീനെയാണ്. എനിക്കൊരിക്കലും അവൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനാവില്ല. നീ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരിക്കലും നമുക്ക് രണ്ടാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവില്ല. സോയ, ഇത് നടക്കില്ല. എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ ഉപ്പനോട് സംസാരിക്കാം. നീ വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. ഞാൻ
എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്നു പറഞ്ഞു. അവര് നിക്കാതെ വേണ്ടാന്ന് വെക്കുന്ന ഞാൻ വിചാരിച്ചേ, പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഉപ്പ അങ്കിളിനെ വെച്ച് എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? അവനൊന്നും ചെയ്യല്ലേ ഉപ്പ, പ്ലീസ്. അവനെ വെറുതെ വിട്ടേക്ക്. മിണ്ടിപ്പോഴൊറ്റൊരെണ്ണം. ഇവൻ നന്നാവുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടെ അവസാനിച്ചു. ഇനി ഈ ദുനിയാവിൽ അവൻ വേണ്ട. കൊന്നോ നിങ്ങൾ? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാ. എനിക്കല്ലെങ്കിൽ ഇനി ജീവിക്കണം വലിയ ആഗ്രഹമൊന്നുമില്ല. എന്തിനല്ലെങ്കിൽ ഇങ്ങനെ? കണ്ടില്ലേ അവന്റെ അഹങ്കാരം? ഓൻ മാറില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ. അപ്പൊ പിന്നെ ഓൻ ഇനി വേണ്ട. ഉപ്പ, അവനൊന്നും ചെയ്യരുത്. എല്ലാവർക്കും അറിയാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. നിങ്ങൾക്ക് സ്വയനെ കല്യാണം കഴിക്കാൻ ഒരാളെ പോരെ. ഞാൻ അവളെ നിക്കാഹിയാം. അവനൊന്നും ചെയ്യരുത് പ്ലീസ്. ആഹാ, സഹോദര സ്നേഹം കൊള്ളാലോ. ഇത്രക്കധികം ആഴത്തിലുള്ളതായിരുന്നു നിങ്ങളുടെ സ്നേഹം. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതുവരെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിന്നവൻ അനിയന് വേണ്ടി കഴിക്കാന്ന്. കൊള്ളാം. ഉപ്പ പ്ലീസ്, നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ നിന്ന് തരാം. നിങ്ങളുടെ അഭിമാനത്തിനൊന്നും പറ്റില്ല. അവനൊന്നും ചെയ്യില്ല. ശരി, അനിയന് വേണ്ടി ഒരുക്കിയെടുത്ത് ചേട്ടൻ. കുഴപ്പമില്ല, എനിക്ക് ആരാണെങ്കിലും കുഴപ്പമില്ല. ഇത് നടന്നാ മതി. പിന്നെ എന്നോടൊരു കാര്യം പറയാം. ഇതുകൊണ്ട് ഈ ജയിച്ചെന്ന് വിചാരിക്കരുത്. ജീവിതകാലം മൊത്തം നീ കല്യാണം കഴിക്കാതെ നിന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം നീ ആഗ്രഹിച്ചത് ഒരിക്കലും നടക്കില്ല. അതിന് നീ ശ്രമിച്ച പിന്നെ നീ സ്നേഹിച്ചവൻ ഈ ലോകത്ത് കാണില്ല. ഇക്ക, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് നിൽക്കരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അത് വെച്ച് കളിക്കരുത്. ഇത് നിനക്ക് വേണ്ടി മാത്രല്ലടാ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാ. എന്നാലിക്ക, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നും കൂടി നോക്കാം. ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലടാ. ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ. അയാളുടെ വാശി ജയിക്കാൻ എന്തും ചെയ്യും. അതൊരിക്കലും ശരിക്കും അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇതുകൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ എനിക്കത് മതിരാ. ബാക്കിയുള്ള നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. ഞങ്ങളുടെ ഉപ്പ എന്ന് പറയുന്ന ആ രാക്ഷസനെ പേടിച്ച അവൻ നിന്നീന്ന് അകന്നു മാറി നിന്നതും നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാതിരുന്നതും അല്ലാതെ അവന് നീ വെറും ഒരു ഡയറായതുകൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉള്ളത് കൊണ്ടോ അല്ല. 6 മാസം മുമ്പ് അയാൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കും ഇല്ലാണ്ടായി പോയത്. ചെയ്തു കൂട്ടിയതിനെല്ലാം നല്ലോണം അനുഭവിച്ചു തന്നെയാ പോയത്. ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു ലാസ്റ്റ് സ്റ്റേജ്. അയാളുടെ മരണം വരെ അവനൊരിക്കൽ പോലും അയാളോട് സംസാരിച്ചിട്ടില്ല. അവസാന ദിവസങ്ങളിൽ അയാളുടെ തെറ്റുകളൊക്കെ മനസ്സിലായി. അവനെ കാണണമെന്ന് മിണ്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവനതിന് തയ്യാറായിട്ടില്ല. എന്തിന്? മരണവാർത്ത അറിഞ്ഞിട്ട് പോലും അവൻ അയാളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ വരും? ചെയ്തു കൂട്ടിയതൊക്കെ അതുപോലെ ആയിരുന്നില്ലേ? ഇതെല്ലാം നിന്നെ കണ്ട് പറയാൻ അവൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ നീ അവനെ കേൾക്കാൻ ഒരിക്കൽ പോലും നിന്നുകൂടത്തില്ല. പിന്നെ അവൻ്റെ സൈഡിൽ മിസ്റ്റേക്കില്ലാന്നൊന്നും ഞാൻ പറയില്ല. ഉണ്ട്, തെറ്റുകളുണ്ട്. പക്ഷെ അവൻ്റെ സ്നേഹം ഒരിക്കലും കള്ളായിരുന്നില്ലടാ. എനിക്ക് അവനൊന്ന് കാണണം. നിനക്ക് ഞാൻ കാണാൻ പറ്റില്ല. അവനോട് ഇല്ല. അവൻ പോയി. പോയെന്നോ? എവിടേക്ക്? എനിക്ക് അവനെ കാണണം. പ്ലീസ് അവനൊന്ന് വിളിക്കൂ. റബേക്ക പറഞ്ഞ സത്യ. വിളിച്ചിട്ട് കാര്യമില്ല, അവനെ കിട്ടില്ല. അവൻ പോയി. ഞങ്ങളോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ഫ്ലൈറ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. എവിടേക്കാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല. കോണ്ടാക്ട് ചെയ്താലും കിട്ടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോയെന്നോ? പോകുന്നതിന് മുന്നേ അവസാനം എന്നൊന്നും വന്ന് കാണാൻ പോലും അവന് തോന്നിയില്ല. മനഃപൂർവ്വം തന്നെയാ അവൻ വരാതിരുന്നത്. നിനക്ക് അവനെ കാണുന്നത് പോലും അത്രമാത്രം വെറുപ്പായിരുന്നില്ലേ? അതിന് എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല, അറിയാൻ നിന്നതുമില്ല. സാരില്ല, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇതൊക്കെ പറഞ്ഞത് നീ ഒരിക്കലും അവനെ കേൾക്കാൻ നിൽക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിന്നെ അത്രമാത്രം ജീവന തുല്യം സ്നേഹിക്കുന്ന അവനെ ഒരിക്കലും നീ ഒരു ചതിനായി കാണരുത്. ഇനി ഒരിക്കലും അവനെ നീ വെറുപ്പോടെ നോക്കരുത്. അതിനുവേണ്ടി മാത്രം. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ പലപ്പോഴും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണോ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ ഒന്നും നടക്കുന്നത്. ഇപ്പം എന്താണെങ്കിലും എല്ലാം ഇങ്ങനെയൊക്കെ ആയി. ഇനി ഒന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി എന്താ പറയുക, തനിക്ക് തൻ്റെ ലൈഫ്, അവനവൻ്റെ ലൈഫ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. മേ ബി നിങ്ങൾ ഒന്നിക്കാൻ വിധിയില്ലായിരിക്കും. അത് കറക്റ്റാണോ? ഇപ്പം ഞങ്ങളെ തന്നെ നോക്ക്. ഞങ്ങൾ ആഗ്രഹിച്ചൊരു ലൈഫല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും ബെറ്റർ ആയിരിക്കും ദൈവം നമുക്കായി കാത്തി വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല, എങ്കിലും ഉള്ളത് പറയണമല്ലോ. തൻ്റെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും താൻ അവനെ കേട്ടിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഒന്നിച്ചുണ്ടാവുമായിരുന്നു. പക്ഷെ താൻ അതിന് നിന്നില്ല. മേ ബി ദൈവത്തിൻ്റെ തീരുമാനം ഇതിങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കാം. ഇനി അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അതാണ് എല്ലാവർക്കും നല്ലത്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇതിനിങ്ങനെ എന്തെങ്കിലും ഒരു മറുവശം ഉണ്ടായിരിക്കുമെന്ന്. കാരണം അവനൊരിക്കലും ആരോനെ ചതിക്കാനാവില്ല. അവൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ കാണാം എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടോ. എല്ലാം ഇങ്ങനെയൊക്കെ ആയി. എനിക്ക് അവൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇനിയെല്ലാം എങ്ങനെയാണോ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക. എൻ്റെ പാൽക്കുപ്പി ഇങ്ങനെ ആയാലോ? ഈ സമയത്ത് നമ്മളല്ലേ അവൻ്റെ കൂടെ നിന്ന് അവനൊന്ന് ഓക്കെ ആക്കി എടുക്കേണ്ടത്. സമയത്തിനൊപ്പം എല്ലാം ശരിയാവും. ഒരിക്കലെങ്കിലും നിന്നെ കേൾക്കാൻ ഞാൻ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആവുമായിരുന്നില്ല അല്ലേ? നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായാല് നമ്മളൊന്നിച്ച് സ്വപ്നം കണ്ട പോലൊരു ലൈഫ് ഞാനെല്ലാം നശിപ്പിച്ചു. ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചില്ല. എന്നെ അത്രയും സ്നേഹിച്ചവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാവോന്ന് പോലും ചിന്തിച്ചില്ല. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ വിഷമങ്ങളും വേദനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ ഞാൻ കണ്ടില്ല. ഇനി തിരിച്ചു വരുമോ എൻ്റെ അടുത്തേക്ക്? അവസാനമായി ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും എനിക്കായില്ലല്ലോ.